സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമ്മൾ സാധാരണ വചനാമൃതം നമ്മളെല്ലാം വായിക്കാറുണ്ട് അല്ലേ? എല്ലാ ദിവസവും കുറേശ്ശെങ്കിലും വായിക്കും. തീർച്ചയായിട്ടും ശ്രീരാമകൃഷ്ണ വചനാമൃതം ആണ് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. മഹാശയൻ അത് നമുക്ക് വേണ്ടി ഭഗവാന്റെ ഉപദേശങ്ങളെയും ഭഗവാന്റെ സംസാരങ്ങളെയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുണ്ടായ കുറേ സംഭവ വികാസങ്ങളും എല്ലാം ആ വ്യക്തികളെയും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വളരെ അടുക്കോടും ചിട്ടയോടും കൂടി മഹാശയൻ കൃത്യമായി എഴുതി നമുക്ക് തന്നതുകൊണ്ടാണ് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാനും കൂടുതൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കത് മനസ്സിലാകാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ആരും പറയാത്തൊരു കാര്യമാണ്, പറയേണ്ട കാര്യമല്ല. നമ്മൾ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭഗവത്ഗീതയെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ ഒട്ടും സംസാരിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാനത് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് പേരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ യാദൃച്ഛികമായിട്ട് സംസാര വിഷയമായ ഒന്നാണ്. അപ്പോൾ അതൊന്ന് വിപുലപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചാണ് ഈ വിഷയത്തിലേക്ക് എത്താൻ കാരണം. വിഷയം വേറൊന്നുമല്ല, വചനാമൃതം നമുക്ക് കിട്ടാനുള്ള ഒരു കാരണമല്ല, പ്രധാന കാരണം അതിനാരാണ് ഉത്തരവാദി? ആര് കാരണമാണ് നമുക്ക് ഈ വചനാമൃതം കിട്ടിയത്? മഹേന്ദ്രനാഥ് ഗുപ്തയാണ് എഴുതിയത്. പക്ഷേ മഹേന്ദ്രനാഥ് ഗുപ്ത അത് എഴുതാനായിട്ട് അല്ലെങ്കിൽ ആ എഴുതുന്നതിലേക്ക് എത്തിച്ചേരാനുള്ള ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ വഴിയിലേക്ക് എത്തിച്ചേരാൻ ആരാണ് കാരണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ചയാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പലതരത്തിൽ ചർച്ച ചെയ്യുമല്ലോ. ഒരു മഹത് ഗ്രന്ഥത്തെ എടുത്ത് നമ്മൾ പലതരത്തിൽ സമീപിക്കാൻ നോക്കും. അപ്പം അങ്ങനെ ഒന്ന് സമീപിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു അന്വേഷണത്തിന് വെറുതെ ഒരു ആലോചന കൊണ്ടുണ്ടായതാണ്. ആരായിരിക്കാം അതിനൊരു കാരണം? നമ്മൾ വായിച്ചവർക്ക് എന്താണ് തോന്നുന്നത്? ആരായിരിക്കും കാരണം? വചനാമൃതം നമുക്ക് ലഭ്യമാകാനുള്ളൊരു കാരണം ആരാണ്? എല്ലാത്തിനും ഒരു കാരണം വേണമല്ലോ. ആരാണത്? മഹേന്ദ്രനാഥ് ഗുപ്തയാണ് എഴുതുന്നത്, അതായിക്കോട്ടെ. മഹേന്ദ്രനാഥ ഗുപ്ത അത് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ എഴുതുന്ന വഴിയിലേക്ക് എത്തിക്കണ്ടേ? ആ എഴുതുന്ന വഴിയിലേക്ക് അദ്ദേഹം എത്തിയാലല്ലേ അത് എഴുത്ത് നടക്കുകയുള്ളൂ. ആ എഴുതുന്ന വഴിയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകം ആരായിരിക്കും? ആ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശാരദാദേവി അല്ലേ? ശാരദാദേവി, അതെ, ശാരദാദേവിയാണ് ഒരു കാര്യം അതാണ്. പക്ഷെ ശാരദാദേവി ഇത് പൂർണ്ണമായി എഴുതിയതിന് ശേഷമാണ് പറയുന്നത്, എഴുതുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. ശാരദാദേവി ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു വസ്തു മഹേന്ദ്രഗുപ്ത എഴുതി വച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എഴുതാൻ തുടങ്ങുന്നതിനെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. എഴുതാൻ തുടങ്ങുന്നത് എന്തുകൊണ്ട് മഹേന്ദ്രഗുപ്ത ഇത് എഴുതി എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഇത് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ആരോ പ്രേരിപ്പിക്കണം. ഭഗവത് കൃപയുണ്ട്, അത് കൂട്ടണ്ട. ഭഗവാൻ തീരുമാനിക്കാതെ എഴുതാനേ പറ്റില്ല. അതാണ് വളരെ വിചിത്രമായിട്ട് തോന്നിയതും. ആ വിഷയത്തിലേക്കാണ് ഞാനിന്ന് വരുന്നത്. വൃന്ദ എന്ന് കേട്ടിട്ടില്ലേ? വൃന്ദ വചനാമൃതത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത, നമ്മൾ ഓർക്കാൻ പോലും സാധ്യതയില്ലാത്ത ഒരു കഥാപാത്രമാണ് വൃന്ദ. വൃന്ദ എന്ന് ഒന്നാം അധ്യായത്തിൽ തന്നെ വൃന്ദ കടന്നു വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ബൃന്ദെ. മാസ്റ്റർ മഹാശയൻ അനന്തരവൻ സിദ്ധുവും ഒരുമിച്ച് ദക്ഷിണേശ്വരത്ത് വരുന്നതാണല്ലോ തുടക്കം. മാസ്റ്റർ മഹാശയൻ അനന്തരവൻ സിദ്ധുവും ഒരുമിച്ച് ദക്ഷിണേശ്വരത്തേക്ക് ആദ്യമായിട്ട് വരുന്നു 1882 ഫെബ്രുവരി 26. ആ ദിവസമാണ്, ഞായറാഴ്ചയാണ്. ആദ്യമായിട്ട് വരികയാണ് മഹേന്ദ്രനാഥ് ഗുപ്ത എന്ന അധ്യാപകൻ. അദ്ദേഹം അതിനു മുമ്പ് ആ ക്ഷേത്രത്തിലേക്ക്, ആ ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടില്ല. ശ്രീരാമകൃഷ്ണദേവൻ എന്ന പേര് പോലും കേട്ടിട്ടില്ല. അനന്തരവനായ സിദ്ധേശ്വർ മുഖോപാധ്യായാണ് പറയുന്നത്, സിദ്ധുവാണ് പറയുന്നത്. അമ്മാവൻ്റെ മാനസികാവസ്ഥ അപ്പോൾ നമ്മളതറിയാമല്ലോ. എന്തുകൊണ്ടാണ് മഹേന്ദ്രനാഥ ഗുപ്ത അങ്ങനെ ഒരു വീടൊക്കെ വിട്ട് മനപ്രയാസം കൊണ്ട് ആ കൂട്ടുകുടുംബത്തിലുണ്ടായ പല ക്ലേശങ്ങൾ മുഖേന ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ് മഹേന്ദ്രനാഥ ഗുപ്ത. അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട മഹേന്ദ്രനാഥ ഗുപ്ത യാദൃച്ഛികമായിട്ട് പിന്നീട് ഭാര്യ തൊട്ട് പിന്നാലെ ഇറങ്ങി വരുന്നു. ആ ഭാര്യയും കൂടെ പോയി അന്ന് രാത്രി സഹോദരിയുടെ വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് പിന്നീട് ഭാര്യയും കൂട്ടി അടുത്ത ദിവസം സ്വന്തം ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ചേച്ചിയുടെ മകൻ സിദ്ധുവും ഒരുമിച്ച് രാവിലെ മുതൽ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുക. മനപ്രയാസം വരുമ്പോൾ അങ്ങനെയുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ചുമ്മാ നടക്കും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ, ചിലപ്പോൾ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോകും. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു മനപ്രയാസം കുറയാൻ നമ്മളുമൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും. അല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിന് സന്തോഷം തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയി കാണും, അവരുമായിട്ട്. ഇതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ മഹേന്ദ്രനാഥ ഗുപ്ത മനപ്രയാസം വന്നപ്പോൾ ഇറങ്ങി നടന്നു. സിദ്ധുവും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി നടന്നു. അപ്പോൾ സിദ്ധുവാണ് പറഞ്ഞത്, അമ്മാവ ഇവിടെ അടുത്തൊരു ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ, നല്ല ക്ഷേത്രമാണ്, അതിൻ്റെ പൂന്തോട്ടമൊക്കെ കാണാൻ നല്ല മനോഹരമാണ്, മാത്രമല്ല അവിടെ ഒരു വലിയ പരമഹംസനും ഉണ്ട്, അപ്പോൾ പോയി കാണാം എന്ന് പറഞ്ഞ് സിദ്ധുവാണ് അവിടെ കൊണ്ടുവരുന്നത്. ഇതാണ് മഹേന്ദ്രനാഥ ഗുപ്ത ദക്ഷിണേശ്വരത്തേക്ക് വരുന്ന വചനാമൃതത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഇതാണ് നമ്മൾ വായിക്കുന്നത്, ഇതാണ് തുടങ്ങുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ അവിടെ വന്ന് നോക്കുമ്പോഴാണ് ആദ്യത്തെ പേജിൽ കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുറിയിൽ വന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ഒരാളിരിക്കുന്നു. ആ ആളുടെ മുമ്പിൽ കുറച്ച് പേരിയ്ക്കുന്നു. ആ ആളുടെ സംസാരം വെളിയിൽ നിന്നുകൊണ്ട്, വരാന്തയിൽ നിന്നുകൊണ്ട് മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ മാസ്റ്റർ മഹാശയന് തോന്നുന്നു ഇതാരാണ്, ശുഗമഹർഷിയാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ അത്രയും മനോഹരമായിട്ട് ഈശ്വര കഥ പറയുന്ന ഇദ്ദേഹം ആരാണ് എന്ന് സ്വയം മനസ്സിൽ തോന്നുകയാണ്. അപ്പോഴേക്കും സന്ധ്യ ആയതുകൊണ്ട് ആ സംസാരം മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും സന്ധ്യ ആയതുകൊണ്ട് അവിടെ ദീപാരാധനയുടെ സമയമായി ക്ഷേത്രത്തിൽ. അതുകൊണ്ട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകുന്ന തിരക്കായതുകൊണ്ട് ആ കൂട്ടത്തിൽ മഹേന്ദ്രനാഥ ഗുപ്തയും മരുമകൻ സിദ്ധുവും ക്ഷേത്രത്തിലേക്ക് ദീപാരാധന തൊഴാൻ പോകുന്നു. ദീപാരാധനയെല്ലാം തൊഴുത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയതിന് ശേഷം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ വാതിൽക്കലേക്ക് വീണ്ടും വരുന്നു. വീണ്ടും വന്ന് നോക്കിയപ്പോൾ ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. നേരത്തെ വന്നപ്പോൾ തുറന്നു കിടക്കുകയും അവിടെ ആളും ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ കാര്യം, സന്ധ്യ കഴിയുമ്പോഴേക്കും കൊതുകിൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് അവിടെ ധൂപമൊക്കെ പുകച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വാതിലടച്ചിട്ട്, അതായത് വാതിലടച്ചിട്ടാണ് നമ്മൾ കുന്തിരിക്കോ ഒക്കെ പുകയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പുകച്ച് വാതിലടച്ചിട്ട് ഇങ്ങനെ പുകച്ചിരിക്കുന്നു. അപ്പോൾ അകത്ത് ആളുണ്ടോ എന്നുള്ളതൊന്നും മാസ്റ്റർ മഹാശയനോ സിദ്ധുവിനോ അറിയില്ല. പക്ഷെ അവരാ വാതിൽക്കലോട്ട് ചെന്നു. വാതിൽക്കലോട്ട് അവർ ചെല്ലുമ്പോൾ അവിടെ ആ വാതിലിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. ആ സ്ത്രീയുടെ പേരാണ് ബൃന്ദെ. ബൃന്ദെ യഥാർത്ഥത്തിൽ ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരി മാത്രമാണ്. ഒരുപാട് ക്ഷേത്ര ജീവനക്കാരിൽ ഒരു സ്ത്രീയാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ തൂക്കാനും ഒക്കെ ഒരുപാട് ജീവനക്കാർ നമ്മളെ ക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ ക്ഷേത്ര ജീവനക്കാരായിട്ട് നിയമിക്കപ്പെട്ട ഒരു അല്പം പ്രായമുള്ള ഒരു സ്ത്രീയാണ് ബൃന്ദെ. അപ്പോൾ അവരുടെ ജോലിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ തൂക്കുക അങ്ങനെയുള്ള. പക്ഷെ അവർ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ വാതിൽക്കലാണ് അപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം അവരവിടെ അന്ന് വിളക്ക് കൊളുത്താനും മറ്റുമായിട്ടൊക്കെ വന്ന സന്ദർഭമായിരിക്കാം. അവരാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ മുന്നിൽ നിൽക്കുന്നു. ആ വാതിൽ അടഞ്ഞു കിടക്കും.
അപ്പോഴാണ് ഈ സിദ്ധുവും മാസ്റ്റർ മഹാശയനും അതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇതാണ് ബൃന്ദെ കടന്നു വരുന്ന പ്രധാന സന്ദർഭം. നോക്കൂ, ഈ സന്ദർഭത്തിൽ മാസ്റ്റർ മഹാശയനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉള്ള ആളാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതായത് അന്നത്തെ കാലത്ത് കൽക്കട്ടയിൽ ഇംഗ്ലീഷ് ഭരണവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷുകാരുടെ കീഴിലാണ് അന്നത്തെ ബംഗാൾ. അപ്പോൾ ഇംഗ്ലീഷ് സംസ്കാരം വളരെയധികമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് സംസ്കാരം അനുസരിച്ചാണ് വിദ്യാസമ്പന്നരായ ആളുകൾ പെരുമാറുക. അങ്ങനെയാണ് അവർ പെരുമാറുക. അപ്പോൾ ഇംഗ്ലീഷ് സംസ്കാരം അനുസരിച്ച് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളുടെ അടുത്തേക്ക് അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഇപ്പം നമ്മളൊരിടത്ത് ചെന്ന് ചിലപ്പോൾ കതകിന് തട്ടാതെ ചിലപ്പോൾ അകത്ത് കയറും. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നിലും ഇങ്ങനെ ഒളിഞ്ഞു നോക്കും, പതുക്കെ ആളും ഇല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ഒളിഞ്ഞൊക്കെ നോക്കും. നമ്മളങ്ങനെയാണല്ലോ ചെയ്യുക. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് അല്ല ഇങ്ങോട്ട് പോയോ എന്നൊക്കെ നോക്കും. പക്ഷെ ഇംഗ്ലീഷ് സംസ്കാരം അനുസരിച്ച് പ്രത്യേകിച്ച് അന്നത്തെ ആ രീതി അനുസരിച്ച് അനുവാദമില്ലാതെ ആരും ഒരാളുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. അനുവാദമില്ലാതെ ഒരാളോട് സംസാരിക്കാൻ പാടില്ല. അപ്പം നമ്മളൊരാളോട് എങ്ങനെയുണ്ട് എന്ന് അങ്ങനെ ഒരു ചോദ്യം പറ്റില്ല. ആദ്യം ആ ആളോട് ചോദിക്കണം, ഞാൻ സംസാരിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചിട്ട് അനുവാദം കിട്ടിയ ശേഷമേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. അല്ലാതെ അങ്ങോട്ട് കയറി സംസാരിക്കാൻ പാടില്ല. ഇതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത. അപ്പോൾ അതറിയാവുന്ന, ആ വിദ്യാഭ്യാസം സിദ്ധിച്ച ആളാണ് മാസ്റ്റർ മഹാശയൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ അടച്ചിട്ട വാതിലിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് നിൽക്കാനേ പറ്റും. അതുകൊണ്ട് അപ്പോൾ തൽക്കാലം അവിടെ മുന്നിൽ കണ്ട ആൾ വൃന്ദയാണ്, ആ വേലക്കാരിയാണ്. അപ്പോൾ വൃന്ദയോട് ചോദിച്ചു, അകത്ത് അദ്ദേഹം ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ വൃന്ദയെ പറഞ്ഞ മറുപടി, അദ്ദേഹം അകത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത അനുവാദമാണ് ചോദിക്കുന്നത്. അപ്പോൾ വൃന്ദയോട് ചോദിച്ചു, എനിക്ക് അകത്തോട്ട് കടക്കാമോ എന്നാണ് അടുത്ത ചോദിക്കുന്നത്. വൃന്ദ പറഞ്ഞു, മക്കളെ അകത്തോട്ട് കയറിക്കോളൂ, കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ആ വൃന്ദയുടെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി വൃന്ദ പ്രായമുള്ള സ്ത്രീയാണ് ഇവരെക്കാൾ. അതുകൊണ്ടാണ് മക്കളെ അകത്തോട്ട് കയറിക്കോളൂ എന്ന് പറയാനുള്ള ആ വർത്തമാനത്തിൻ്റെ ശൈലിയും നമുക്ക് മനസ്സിലാവും. അവരുടെ പ്രായത്തെ നമുക്ക് ഊഹിക്കാൻ പറ്റും. പ്രായമായ സ്ത്രീയാണ്, അപ്പോൾ അകത്തോട്ട് കയറിക്കോളൂ. അപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ, ഈ വിദ്യാസമ്പന്നനായ ഒരാളാണ് മാസ്റ്റർ മഹാശയൻ. അപ്പോൾ അതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. സ്വാഭാവികമായി അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് വലിയ വാല്യൂ ഉള്ളൊരു കാലഘട്ടമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പോലും BA പാസ്സായാൽ പേരിൻ്റെ കൂടെ BA എന്ന് ചേർക്കും. ഇന്നിപ്പോൾ ആരും BA എന്നോ ഒന്നും ചേർക്കില്ല. കാരണം അന്ന് BA എന്ന് ചേർക്കുന്നത് പോലും വലിയൊരു ക്വാളിഫിക്കേഷൻ്റെ ഒരു വലിയ ഘടകമായിരുന്നു അന്നത്തെ. സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ അന്നത്തെ കാലത്തേക്ക് ആളുകൾ BA എന്ന് ചേർക്കും. ഇന്നിപ്പോൾ BA എന്നോ ഒന്നും വാല്യൂ ഇല്ല. ഇന്നിപ്പോൾ BA എന്ന് ചേർക്കുന്നതിനൊരു വാല്യൂ ഇല്ല. അതാണ് അതിൻ്റെ അകത്തെ വ്യത്യാസം. അപ്പോൾ ആ തരത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്പം അഹന്തയും കൂടെ അകത്തുണ്ട്. സ്വാഭാവികമാണ്, അല്പം അഹന്തയും കൂടെ കാണും. കാര്യം അറിവുള്ളവൻ എന്നുള്ള, അതാണ് ആ വചനാമൃതം നമ്മൾ തുടർന്ന് പോകുമ്പോൾ ഭഗവാൻ തന്നെ 3 പ്രാവശ്യമാണ് മാസ്റ്റർ മഹാശയൻ്റെ അഹന്തയ്ക്കെതിരെ കൊട്ടുകൊടുക്കുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് മാസ്റ്റർ മഹാശയൻ്റെ അഹന്തയെ 3 തവണയാണ് ഭഗവാൻ കൊട്ടുകൊടുക്കുന്നത്, അതിനെ ഇല്ലാതാക്കുന്നത്. ആ 3ാമത്തെ കൊട്ടോടുകൂടിയാണ് മാസ്റ്റർ മഹാശയൻ പൂർണ്ണമായും ശ്രീരാമകൃഷ്ണദേവന് വശംവദനാകുകയും ആ ഭഗവാന്റെ അങ്ങ് പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യുന്ന ആ 3ാമത്തെ പ്രാവശ്യം. ഇതെല്ലാം ആദ്യത്തെ 1-2 അധ്യായത്തിൽ 3 അധ്യായം കൊണ്ട് നമുക്കിത് വായിക്കാൻ പറ്റും. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം വീണ്ടും വൃന്ദയാണ്. അപ്പോൾ ഈ വൃന്ദയോട് മാസ്റ്റർ മഹാശയൻ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യം, അതിന് വൃന്ദ നൽകുന്ന മറുപടിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വചനാമൃതം കിട്ടാനുള്ള ഏക കാരണം. ഒരു സംശയമില്ല. മാസ്റ്റർ മഹാശയൻ വൃന്ദയോട് ചോദിച്ചത് ഇദ്ദേഹം പുസ്തകങ്ങൾ വായിക്കുമെന്നാണ്. ഇത്രയും ആളുകളുമായിട്ട് മാസ്റ്റർ മഹാശയൻ വരുമ്പോൾ 1882 മാസ്റ്റർ മഹാശയൻ വരുന്നത്. അപ്പോൾ ഈ ആളുകളെല്ലാം ഇത്രയും കൂടിയിരിക്കുകയൊക്കെ ചെയ്യുന്നു, ഇത്രയും പ്രഭാഷണങ്ങൾ നടത്തുന്നു, പുറത്തുനിന്ന് നേരത്തെ ഒന്ന് കേട്ടതുമാണ്. ഇതിനു മുമ്പ് പരിചയമില്ലെങ്കിലും
ആദ്യം വന്ന സമയത്ത് അല്പനേരം ഇവിടെ ആളുകളുമായിട്ട് സംസാരിക്കുന്നത് മാഷമഹാശയൻ കേട്ടതാണ്. ഈ ശ്രീരാമകൃഷ്ണദേവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കേട്ടതാണ്. ആ കേൾവിയിൽ നിന്ന് തന്നെ മാഷമഹാശയന് മനസ്സിലായി ഇദ്ദേഹം വലിയ ആധ്യാത്മിക കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് ആദ്യത്തെ കേൾവിയിൽ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് ശുകദേവനാണോ, ഭാഗവതം പറഞ്ഞ ശുകദേവനാണോ ഇരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് ആ ഒരു തോന്നലുണ്ടായി. അപ്പോൾ അത്രയും അറിവുള്ള ഒരാളാണ് അകത്തിരിക്കുന്നത് എന്നുള്ള ബോധം മാഷമഹാശയൻ തുടക്കത്തിലേ ഉണ്ടായി, ഒരു ഇമ്പ്രഷൻ ഉണ്ടായി. പക്ഷെ ആ ഇമ്പ്രഷൻ ഉണ്ടായതിൻ്റെ ഒരു സംശയം തീർക്കാനാണ് വൃന്ദയോടാണ് ചോദിക്കുന്നത്. വൃന്ദ അവിടുത്തെ വേലക്കാരി മാത്രമാണ്. അല്ല, വൃന്ദ ആധ്യാത്മിക ഉന്നതിയുള്ള വലിയ സമ്പന്നയോ അല്ലെങ്കിൽ വിദ്യാസമ്പന്നയോ ഒന്നുമല്ല. സാധാരണ അവിടുത്തെ വിളക്ക് കൊളുത്തുകയും തൂക്കുകയും ചെയ്യുന്ന സാധാരണ വേലക്കാരി, ഒരു തൂപ്പുകാരി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. എങ്കിലും മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ ആ ആകാംക്ഷ കിടന്നതുകൊണ്ട്, ആ തള്ളൽ കിടന്നതുകൊണ്ട് മാസ്റ്റർ മഹാശയൻ വൃന്ദയോടാണ് ചോദിക്കുന്നത്, ഇദ്ദേഹം പുസ്തകങ്ങൾ വായിക്കുമോ? വൃന്ദ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും മഹത്തരം. പുസ്തകമോ? പുച്ഛിച്ച് കളിയാക്കിക്കൊണ്ടാണ് വൃന്ദയെ പറഞ്ഞത്. ആ വാക്കങ്ങനെ, പുസ്തകമോ? എല്ലാം ആ നാവിൽ നിന്നാണെന്നാണ്. നോക്കൂ, എത്രമാത്രമാണ് വൃന്ദ ഭഗവാനെ മനസ്സിലാക്കിയിരിക്കുന്നത്, എത്ര ആഴത്തിലാണ്. അല്ലെങ്കിൽ ആ ഒരു വാക്ക് പറയാൻ പറ്റില്ല. പുസ്തകമൊന്നുമല്ല, ആ നാവിൽ നിന്നാണ്. ഇത് പറയുന്നത് സാധാരണ അവിടുത്തെ വിളക്ക് കൊളുക്കുകയും അടിച്ചു തെളിക്കുകയും ചെയ്യുന്നൊരു വേലക്കാരിയാണ്, നിരക്ഷരകുക്ഷിയായ ഒരു സ്ത്രീയാണ്. അവർക്ക് ഭഗവാനെ എത്രമാത്രമാണ് അന്ന് മനസ്സിലായിരുന്നതെന്ന് ആലോചിക്കണം. മാസ്റ്റർ മഹാശയൻ വരുന്നതിന്, മാസ്റ്റർ മഹാശയൻ്റെ ദർശനത്തിന് മുമ്പാണ് ഈ സംഭവം. മാസ്റ്റർ മഹാശയൻ വന്ന് ഭഗവാനെ കണ്ട് 4 വർഷം കൂടെ സഹവസിച്ച്, അതിനിടയിൽ വിവേകാനന്ദൻ നരേന്ദ്രൻ വരുന്നു, മറ്റ് അന്തരംഗ ശിഷ്യന്മാരെല്ലാം ഓരോരുത്തരായിട്ട് വരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കേശവചന്ദ്രസേനൻ പത്രങ്ങളിലൊക്കെ എഴുതുന്നു. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഭഗവാനെക്കുറിച്ചുള്ള ആ ദിവ്യത്വത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് ബോധ്യം വരുന്നത്. ഇതൊക്കെ വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഭഗവാനെക്കുറിച്ച് അങ്ങനെ കൽക്കട്ടയിൽ ആരും അറിയാത്തൊരു സമയം, കൂടുതലൊന്നും വലിയ ധാരണയില്ല, വളരെ ചുരുക്കം പേര് മാത്രം വന്നുകൊണ്ടിരുന്നത് സന്ദർഭം. അങ്ങനെ ചുരുക്കം പേർക്ക് മാത്രം ഭഗവാന്റെ അടുത്ത് വരിക. ആ വന്നവരിൽ ഒരാൾ രാമചന്ദ്ര ദത്തയാണ്, പിന്നെ ഒരാൾ സുരേന്ദ്രനാഥ മിത്രയാണ്, പിന്നെ മനോമോഹൻ മിത്രയാണ്. ഈ തുടക്കത്തിൽ വന്ന 2, 3, 4 ആളുകൾ, ചുരുക്കം ആളുകൾ, പിന്നെ കേശവചന്ദ്രസേന. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് മാത്രമാണ് ഭഗവാനെ എന്തോ ഒക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. സാധാരണ ഒരാളല്ല. ആ ദിവ്യത്വത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അല്പമെങ്കിലും ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞ 3, 4 പേരാണ്. അപ്പോൾ അത്രയൊക്കെ പേരെ അവിടെ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ആദ്യമായി കാണാൻ വന്ന ഒരു വ്യക്തിയോട്, മഹേന്ദ്രനാഥ ഗുപ്തയോട്, മാസ്റ്റർ മഹാശയനോട്, അവിടുത്തെ ഒരു തൂപ്പുകാരി പറയുന്നു, അവിടുത്തെ ഒരു വേലക്കാരി പറയുന്നു, പുസ്തകമോ? എല്ലാം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നാണ്. അപ്പം എത്രമാത്രമാണ് ഈ വേലക്കാരി വൃന്ദ ഭഗവാനെ കേട്ടിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ വൃന്ദ ആരായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്വേഷണം. വൃന്ദയെക്കുറിച്ച് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. മാസ്റ്റർ മഹാശയനും പ്രത്യേകിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. ഭഗവത് ലീലയിൽ ഒരിടത്തും വൃന്ദ എന്ന കഥാപാത്രത്തെയോ അതാരാണെന്നോ എന്താണെന്നോ എവിടുന്ന് വരുന്നു ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഭഗവാൻ ലീല വായിച്ച് വരുമ്പോൾ അതിലേക്ക് വൃന്ദയെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഒരു ഘടകം ഞാൻ പറഞ്ഞതാണ്. ഒരു തൂപ്പുകാരിക്ക് എങ്ങനെ ആദ്യം ഈ 82 കാലഘട്ടത്തിൽ എങ്ങനെ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നാണ് ഈ ഭഗവത് കാര്യങ്ങളും ഈ വേദാന്തങ്ങളും മുഴുവൻ വരുന്നത്, പുസ്തകം വായിച്ചിട്ടല്ല, പകരം അത് നാവിൽ നിന്ന് താനേ വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് ഈ വേലക്കാരിക്ക് എങ്ങനെ മനസ്സിലായി? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട വിഷയം. രണ്ടാമത്,
ഒരു വേലക്കാരിയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നാണ് ഇതെല്ലാം വരുന്നതെന്ന് പറഞ്ഞപ്പോൾ വിദ്യാസമ്പന്നനായ മാസ്റ്റർ മഹാശയൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാര്യം അതെങ്ങനെ സാധ്യമാണ്? മാസ്റ്റർ മഹാശയൻ്റെ പരിചയത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. കാര്യം മാസ്റ്റർ മഹാശയനും അന്നത്തെ ബംഗാളിൻ്റെ സാംസ്കാരിക സമ്പന്നമായ സമൂഹം, ഈശ്വരചന്ദ്ര വിദ്യാസാഗറും ഒക്കെ ഉള്ള ഒരു വലിയ സമൂഹം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുള്ള സമൂഹം, അങ്ങനെയുള്ള വമ്പന്മാരുള്ളൊരു സമൂഹമാണ്. അവരെല്ലാം വായനയിലൂടെ നേടിയതാണ്. അവരെയാണ് കണ്ട് മാസ്റ്റർ മഹാശയൻ ഒരു മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നത്. അവരെല്ലാം വലിയ വലിയ എഴുത്തുകാർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോർ, അങ്ങനെയുള്ളവർ എല്ലാം വായനയും എഴുത്തിലൂടെയും മാത്രമാണ് പ്രചാരം. അവരൊരു പണ്ഡിതരാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാണെന്നുള്ളൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉള്ളു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പണ്ഡിതരാണെന്ന് വിചാരിക്കുന്നവരാരാണ്? ഒന്നുകിൽ മഹാകവികളായിരിക്കണം, അല്ലെങ്കിൽ വലിയ പ്രഭാഷകരായിരിക്കണം, അല്ലെങ്കിൽ പുസ്തകം എഴുതിയവരായിരിക്കണം. അങ്ങനെ ആയിരിക്കണമല്ലോ. അല്ലാതെ ആരെയും നമ്മൾ പണ്ഡിതനാണെന്ന് പറയും, ആരെയും പറയില്ല. അവധൂതരായി നടക്കുന്ന ആരെയും നമ്മൾ അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. നമ്മൾ അംഗീകരിക്കുന്നത് ആ ആളുടെ പിന്നിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ആദ്യം നോക്കുക. ഇയാൾ ആരാണ്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ആധ്യാത്മിക മേഖലയിലായാലും അല്ലെങ്കിലും ഈ പണ്ഡിതപരമായ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെയുള്ളതൊന്നുമില്ലല്ലോ, പഠിച്ചിട്ട് പോലും ഇല്ലല്ലോ, ഇതൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇത് മാസ്റ്റർ മഹാശയൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരാളുടെ നാവിൽ നിന്ന് എല്ലാം വരുന്നു, നാവാണ് സോഴ്സ്, അതിന് മറ്റൊന്നും റെഫറൻസ് ഇല്ല. ഇത് ഒരു വലിയ അത്ഭുതമായിട്ട് മാസ്റ്റർ മഹാശയന് തോന്നുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മാസ്റ്റർ മഹാശയൻ ആ മുറിയിലേക്ക് കയറാനുള്ള ആകാംക്ഷ ഉണ്ടാക്കിയത്. പിന്നെ മുഴുവനും മാസ്റ്റർ മഹാശയൻ്റെ ശ്രദ്ധ ഈ വൃന്ദെ പറഞ്ഞതും ഇതും തമ്മിലുള്ള കണക്ഷനാണ്. അത് വചനാമൃതത്തിൽ തുടർന്ന് മാസ്റ്റർ മഹാശയൻ അകത്തേക്ക് കയറിക്കഴിഞ്ഞതിന് ശേഷം മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ അതിനകത്ത് വരുന്നുണ്ട്. ആദ്യത്തെ അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. മാസ്റ്റർ മഹാശയൻ്റെ ആത്മഗതമാണ് അതിനകത്ത്. കാര്യം ഭഗവാനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ആദ്യത്തെ അധ്യായത്തിൽ അവസാനിക്കുന്നത്. ആശ്ചര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുസ്തകം വായിക്കാതെ ഒരാൾ ഇത് പറയുമ്പോൾ ആശ്ചര്യമെന്നും പുസ്തകം വായിക്കാതെ ഒരാൾ എങ്ങനെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴൊക്കെ മാസ്റ്റർ മഹാശയനോട് ശ്രീരാമകൃഷ്ണദേവൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് സംസാരമൊക്കെ നടക്കുന്നത്. 3-4 അധ്യായം കഴിഞ്ഞിട്ടാണ്, അതായത് 5 ദിവസം കഴിഞ്ഞാണ്, 3-ാം ദിവസം കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. അപ്പോഴും ഭഗവാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരുന്നത്, മാസ്റ്റർ മഹാശയൻ കേൾക്കുന്നത്. പക്ഷെ ആദ്യത്തെ സന്ദർശനത്തിൽ ഒന്നും പറഞ്ഞില്ല. ആകെ ചോദിച്ചത് എവിടുന്ന് വരുന്നു. അത് സ്വാഭാവികം, എല്ലാവരും ചോദിക്കും എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം അതാണ്, എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഇന്നടുത്താണ്. എന്തു ചെയ്യുന്നു? രണ്ടാമത്തെ ചോദ്യം, എന്തു ചെയ്യുന്നു? അപ്പോൾ അതിന് മറുപടി പറയാനായിട്ട് മാസ്റ്റർ മഹാശയൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മാസ്റ്റർ മഹാശയൻ നോക്കിയപ്പോൾ മനസ്സിലായി, മാസ്റ്റർ മഹാശയൻ പറയുന്ന മറുപടി കേൾക്കുന്നില്ല ഭഗവാൻ. കാരണം അതിനകത്ത് മാസ്റ്റർ മഹാശയൻ തന്നെ എഴുതിയിട്ടുണ്ട്, അന്യമനസ്കനായിപ്പോയി, സമാധി അവസ്ഥയിലായി. അപ്പോൾ മാസ്റ്റർ മഹാശയൻ വന്ന് മാസ്റ്റർ മഹാശയനോട് എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ച് അതിനുള്ള മറുപടി പറയാനായിട്ട് മാസ്റ്റർ മഹാശയൻ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഓർക്കാം എങ്ങനെയായിരിക്കും ആ മറുപടി എന്നുള്ളത്. കാരണം തൻ്റെ ആ പൊസിഷൻ വെച്ചിട്ടുള്ളൊരു മറുപടി ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ അത് കേൾക്കാനായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ കാത്തതേയില്ല. അന്യമനസ്കനായിപ്പോയി, സമാധി അവസ്ഥയിലായിപ്പോയി. ഇത് സമാധി അവസ്ഥയാണെന്നും ഇങ്ങനെ അന്യമനസ്കനായി തീരുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സിദ്ധിയാണെന്നും ഒക്കെ മാസ്റ്റർ മഹാശയൻ മനസ്സിലാക്കിയത് പിന്നീടാണ് എന്ന് ഇവിടെ ആദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. തൻ്റെ ഡയറി എഴുതിയപ്പോൾ പിന്നീട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സൂചന എന്നുള്ള നിലയിൽ മാസ്റ്റർ മഹാശയൻ എഴുതിയിട്ടുണ്ട്. ഇത് പിന്നീട് എനിക്ക് മനസ്സിലായി, ഇതാണ് സമാധിയാവസ്ഥ, പിന്നീട് എനിക്ക് മനസ്സിലായി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ എന്താണെന്ന് മാസ്റ്റർ മഹാശയന് മനസ്സിലായില്ല. ഒരു കാര്യം മാത്രം മനസ്സിലായി, കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയി. ഈ മാസ്റ്റർ മഹാശയൻ പറയുന്നത് എന്താണോ അതിലേക്കുള്ള ശ്രദ്ധ പോയി.
ഇത്രയും. അപ്പോൾ പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എല്ലാം മാഷമഹാശയൻ്റെ ആത്മകഥമാണ്. അപ്പോൾ ഇപ്പം നമ്മളെങ്ങനെയാണ് ഒരാളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നത് അയാൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ അടുത്ത് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? എന്നാൽ പിന്നെ ഞാൻ വരട്ടെ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. ഒരാൾ നമ്മൾ കാര്യമായിട്ട് പറയാൻ തുടങ്ങുക, അപ്പോൾ അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അപ്പോൾ എന്നാൽ പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് വേറെ എന്തോ ശ്രദ്ധ പോയി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മളും അത് തന്നെ പറയും, എന്നാൽ പിന്നെ വരാം. ഇത് തന്നെയാണ് മാഷമഹാശയനും അപ്പം പറഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങക്ക് സന്ധ്യാവന്ദനത്തിൻ്റെ എന്തൊക്കെയോ തിരക്ക് കാണും, എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അന്യമനസ്കനായി നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഓ ഇല്ല, സന്ധ്യാവന്ദനമൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വളരെ കാഷ്വലായിട്ടങ്ങ് പറഞ്ഞു. അത്രേ ആകെ പറഞ്ഞോളൂ. അപ്പോഴും പിന്നെ ഇദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ആര്? മാഷമഹാശയൻ ഫ്രണ്ടിൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വൃന്ദ പറഞ്ഞതാണ് മനസ്സിൽ കിടക്കുന്നത്. ഒരു പുസ്തകവും വായിക്കാതെ സ്വന്തം നാവിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് എന്നുള്ള ആ ഒരു ഘടനയെ ഇങ്ങനെ വെറുതെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇറങ്ങാൻ നേരമായപ്പോൾ ഭഗവാൻ ആകെ ഇത്രയാണ് പറഞ്ഞത്, എന്നാൽ വീണ്ടും വരുമെന്ന്, വീണ്ടും വരണം, ഇത്രയേ പറഞ്ഞു. ആദ്യത്തെ ദർശനത്തിൽ ആകെ നടന്നത് ഇതാണ്. സ്വാഭാവികമായി ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ല എങ്കിൽ ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് വരൂ? നമ്മൾ ആരെങ്കിലും പോകും? ഞാൻ ഒരാളുടെ അടുത്ത് വരുന്നു, ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നു, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല, കാര്യം ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഒന്ന് ആലോചിച്ചു. ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യമായിട്ട് വന്ന് എന്താണ് പ്രഭാകരൻ ചേട്ടൻ എന്തുണ്ട് വിശേഷം, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ പ്രഭാകരൻ ചേട്ടൻ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിയിരുന്ന ഞാൻ പിന്നെ പ്രഭാകരൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം. പിന്നെ വരിക മാത്രമല്ല, പിന്നെ പ്രഭാകരൻ ചേട്ടനെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയും. ഓ, അദ്ദേഹത്തിന് നമ്മളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹം വേറെ രീതിയിൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു, നമ്മളോട് കാര്യമില്ല. അപ്പോൾ നമ്മളെല്ലാം പിന്നെ ഒരിക്കലും ആ മനുഷ്യൻ്റെ അടുത്ത് ഇടപെടില്ല. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. പ്രത്യേകിച്ച് അല്പം വിദ്യാഭ്യാസവും അറിവുണ്ടെന്നൊക്കെ തോന്നലുള്ള ഒരാളാണെങ്കിൽ തീർന്നു, എന്നെ വേണ്ട വിധം മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു ധാരണ. ഇത് മാഷമഹാശയൻ ഉണ്ടാകേണ്ടതായിരുന്നു, ഉണ്ട്. അതുകൊണ്ടാണ് മാഷമഹാശയൻ പറഞ്ഞത്, എന്നാൽ പിന്നെ ഞാനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് പോയിരുന്നു എങ്കിൽ, അതായത് വൃന്ദയുടെ ആ മറുപടി ഇല്ലാതെ പോയിരുന്നു എങ്കിൽ ഭജനാമൃതം ഇല്ല, പിന്നെ അദ്ദേഹം വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. ഒരുപക്ഷെ മാഷമഹാശയൻ വീട് വിട്ട് ഇറങ്ങിയത് ഒരു ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ആത്മഹത്യയും സംഭവിച്ചത്. കാര്യം അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പിന്നെ സ്വസ്ഥത ഒരിക്കലും ഉണ്ടായിട്ടില്ല, അവസാനം വരെയും വന്നിട്ടില്ല. ആ ആത്മഹത്യാ ടെൻഡൻസി നിലനിൽക്കേണ്ട സാഹചര്യം അവസാനം വരെയും നിലനിൽക്കുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. അതായിരുന്നു മാഷമഹാശയൻ്റെ കുടുംബ പശ്ചാത്തലത്തിലുണ്ടായിരുന്നത്. അത് മാറിയിട്ടേയില്ല. അത് കൂടി വന്നതല്ലാതെ ഒരിക്കലും മാറിയിട്ടില്ല. വളരെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ് പിന്നീട് ഉണ്ടായത്, കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിടുതൽ ചെയ്തുകൊണ്ട് മാഷമഹാശയനെ ശക്തിയോടെ നിലനിർത്തിക്കൊണ്ടുവന്നത് ഭഗവാനുമായിട്ടുള്ള ഈ സഹവാസമായിരുന്നു. അത് മാത്രമായിരുന്നു, ഭഗവാന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ജീവിച്ചത് മുഴുവൻ. അപ്പോൾ സ്വാഭാവികമായി വൃന്ദയുടെ മറുപടി ഒരു വേലക്കാരിയുടെ, അല്ലെങ്കിൽ വൃന്ദയ്ക്ക് പറഞ്ഞാൽ മതി, അറിയില്ല ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, ഒരു വേലക്കാരിയിൽ നിന്ന് കിട്ടാവുന്ന മറുപടി ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല കിട്ടിയത്. ഒരുപക്ഷെ ഭഗവാന്റെ തന്നെ ഒരു വലിയ കൃപയാണ് വൃന്ദയിലുണ്ടായിരുന്നത്. കാരണം ഈ വരുന്ന ആളാണ് എൻ്റെ ഭാഗവതം എഴുതേണ്ട ആൾ, ആ ആൾ ആദ്യത്തെ തിരി കൊളുത്തേണ്ടത് നീയാണ് എന്നുള്ള ഭഗവത് കൃപ ഒരു പക്ഷേ വൃന്ദയിൽ സംക്ഷിപ്തമായിരിക്കണം. അതുകൊണ്ടാണ് വൃന്ദ ആ വാക്ക് പറഞ്ഞത്. പുസ്തകം വായിക്കാത്ത ഒരാളാണെന്നും പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ലെന്നും, ഇതൊക്കെ പുസ്തകമോ എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ഇതെല്ലാം അടങ്ങി. പുസ്തകമോ, എല്ലാം ആ നാവിൽ നിന്നാണ്. പിന്നീട് മാഷ്ടമഹാശയൻ്റെ താല്പര്യമെന്ന് പറയുന്നത് ആ പുസ്തകം വായിക്കാതെ എങ്ങനെ ഇത് ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് മാഷ്ടമഹാശയൻ പിന്നീട് മടങ്ങി ചെല്ലുമ്പോൾ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വെച്ചുകൊണ്ടിരുന്നത്. ഇതിൽ എങ്ങനെയാണ് ഇത് ഉത്ഭവിക്കുന്നത്, ഈ അറിവ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്, ഈ അന്വേഷണമായിരുന്നു മാഷ്ടമഹാശയനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അറിയാതെ മുന്നോട്ട് നയിച്ചതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഡയറി കുറിപ്പ് ഒരിക്കലും ഒരു കൃതി എഴുതാനോ വരും കാലത്ത് നമുക്കെല്ലാം വായിക്കാൻ വേണ്ടി ഒരു പുസ്തകമാക്കാനോ ഒന്നും ഉദ്ദേശിച്ച് എഴുതിയതല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിനും സ്വന്തം അന്വേഷണത്തിനും വേണ്ടി മാത്രം എഴുതപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പ്. അതുകൊണ്ട് തന്നെ ആ ഡയറി കുറിപ്പ് ആര് വായിച്ചാലും മനസ്സിലാവുകയില്ല. കാര്യം ഓരോ വരി മാത്രമേ ഉള്ളൂ.
അതിൻ്റെ ഒറിജിനൽ പേജ് ബംഗാളിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒറിജിനൽ കുറിപ്പ് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് കാണുന്ന കാര്യങ്ങളാണ്. ആ വചനാമൃതം ഇന്ന് വായിക്കുന്ന ആദ്യത്തെ 3-4 അധ്യായം എന്ന് പറയുന്നത് ആ ഡയറി കുറിപ്പിൻ്റെ ഒരു പേജിലേ ഉള്ളൂ. ഒരു പേജിൽ ചെറിയ ചെറിയ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഡേറ്റും ഉണ്ട്, ആ വന്ന ആളുകളുടെ പേരുണ്ട്, സന്ധ്യ, വന്ദനം, അങ്ങനെയൊക്കെയുള്ള 1-2 വാക്കുകൾ മാത്രം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത് ആ ഡയറി. അതിനകത്ത് ആ ഗ്യാപ്പിൽ വരുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് വായിക്കുന്ന തുടർച്ചയായി വായിക്കുന്ന ഒരു കാര്യവും അതിനകത്തില്ല. അത് പിന്നീട് ആവശ്യം വന്നപ്പോൾ ഡെവലപ്പ് ചെയ്തതാണ്. ഇത് എഴുതണം എന്ന് പിന്നീട് ഒരു ആവശ്യം വന്ന സമയത്ത്, അല്ലെങ്കിൽ എഴുതാനുള്ളൊരു പ്രേരണ കിട്ടിയ കാലത്ത് പിന്നീട് എഴുതിയതാണ്. 1902 ശേഷമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. 1902 അതിന് ശേഷമാണ് ഇതിൻ്റെ ആലോചന പോലും നടക്കുന്നത്, എഴുത്തിൻ്റെ ആലോചന. അതിനും എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ അത്രയും പേഴ്സണലായിട്ട് മാത്രമുള്ളൊരു അന്വേഷണമായിരുന്നു ഇതെങ്ങനെയാണ് ഇത് സാധ്യമായത് എന്ന് മാസ്റ്റർ മഹാശയൻ്റെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വചനാമൃതത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവരാനുള്ള ഏക കാരണം വൃന്ദയുടെ ഈ ഒറ്റ വാക്കാണ്. അപ്പോൾ വൃന്ദയുടെ സാഹചര്യം വളരെ ഒട്ടും ചെറുതല്ല, ശരിയല്ലേ? വൃന്ദ എന്ന് പറയുന്ന ആ വേലക്കാരിയുടെ സാധ്യത പിന്നെ എങ്ങനെയാണ് ഈ വൃന്ദ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ കഥയിലേക്ക് വൃന്ദ പിന്നീട് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇതാണ് പിന്നീട് നമ്മുടെ